ദുഷ്കരമായ കാലാവസ്ഥയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിക്കുന്നത്. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് കാർവാർ SP പറയുന്നു. കാസർഗോഡ് നിന്നുള്ള MVD ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. ഇതുവരെ 200 മീറ്റർ മണ്ണ് നീക്കം ചെയ്തതായും 100 മീറ്റർ മണ്ണ് കൂടി നീക്കം ചെയ്യാനുണ്ടെന്നുമാണ് MVD പറയുന്നത്. വണ്ടിയുടെ GPS ലൊക്കേഷൻ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അത് അറിയുന്നത് ഓണർക്ക് അറിയുള്ളൂ. 100 മീറ്റർ മണ്ണ് മാറ്റാനുണ്ട് ലൊക്കേഷൻ. അതായത് നമ്മളിപ്പോ പോകുന്ന ഭാഗത്ത് നിന്ന് 100 മീറ്റർ അകലെയായിട്ടാണ് 100 മീറ്ററോളം മണ്ണ് മാറ്റിയാലേ അവിടെ എത്തുള്ളൂ. ശ്രമകരമാണല്ലേ? ശ്രമകരമാണ്. ഭയങ്കര ഹൈറ്റ് 6 മീറ്റർ ഹൈറ്റിൽ മണ്ണുണ്ടല്ലോ. 6 ഹൈറ്റിൽ മണ്ണുണ്ട്. നിലവിൽ എങ്ങനെ അത് നീക്കം ചെയ്യാനാണ്? അതിപ്പോ അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. JCB 3 JCB വരാൻ പറഞ്ഞിട്ടുണ്ട്. 3 JCB പിന്നെ 3 ഹിറ്റാച്ചൊക്കെ വന്നിട്ട് മണ്ണ് മാറ്റുന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഏകദേശം ഉച്ചയോടെ മിക്കവാറും കണ്ടെത്താൻ പറ്റുന്ന പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ മെറ്റൽ ഡിറ്റക്ടർ അടക്കം അത് നോക്കിയായിരുന്നു. കണ്ടില്ല. ഈ GPS ഇപ്പോഴും എങ്ങനെയാ കിട്ടുന്നത്? ഇപ്പൊ ഓഫിലാണല്ലേ? അത് ഓണർക്കല്ലേ അറിയുള്ളൂ. നമ്മളൊരു അന്വേഷണത്തിൽ എപ്പോഴും അവസാനമായിട്ട് സാറേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ എപ്പോഴായിട്ട് അവസാനമായിട്ട് GPS ഇന്നലെയാണ് നാഷണൽ ഓഫിലാണുള്ളത്. ഇപ്പൊ എത്ര മീറ്റർ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്? ഏകദേശം ഒരു 200 മീറ്റർ പോയി നോക്കിയാൽ പറയാമല്ലോ. ഇനി അതിനുശേഷം എത്ര മണ്ണ് മാറ്റി നമുക്ക് അറിയില്ല. ഏകദേശം 100 മീറ്ററൂടെ മാറ്റണം. മണ്ണ് കുറച്ച് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ വണ്ടി സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിരുന്നു. അത് ഈ വണ്ടി തന്നെയാണോ? അത് അറിയില്ല. അത് വ്യക്തത പറ്റില്ല. അത് പോയി നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ GPS കിട്ടാത്തതിന്റെ പറയുന്ന അപ്പൊ ഈ കീ ഓഫായിരിക്കും. എൻജിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സാധ്യത കുറവായിരിക്കും. സാർ ഇപ്പൊ എല്ലാവർക്കും അറിയാൻ കാരണം ലാസ്റ്റ് ഇന്നലെ GPS കിട്ടിയല്ലോ. ഈ GPS ലഭ്യമാകാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാ? ഇത് വണ്ടി സ്റ്റാർട്ടാവണം. സ്റ്റാർട്ടായാൽ മാത്രമല്ലേ GPS ഓൺ ആവുള്ളൂ. സ്റ്റാർട്ടായാൽ മാത്രമല്ലേ വണ്ടി GPS വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇന്നലെ അതായത് ഇന്നലെ ഈ GPS കിട്ടിയ സമയത്ത് വണ്ടി ഓണായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? അതെ. അതാണ് MVD വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും റഡാർ സ്ഥലത്ത് എത്തിച്ചു എന്നതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ തെരച്ചിൽ നടപടികൾക്ക് കൂടുതൽ വേഗം കൈവരും, വ്യക്തത കൈവരും.